നമ്മളൊക്കെ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്? സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ആണോ അല്ലേ? ആണോ അല്ലേ? എവിടെയും നമ്മൾക്ക് ജീവിക്കാനുള്ള ഇന്ധനമാണ് സന്തോഷം എന്ന് പറയുന്നത്. സന്തോഷിക്കണം, ഹാപ്പി ആവണം. മക്കൾ കുറച്ചങ്ങോട്ട് ചിരിച്ചാലേ, എന്റെ ഉമ്മയൊക്കെ പറയായിരുന്നു, മോനെ ചിരിക്കല്ലേ, കരയാനുള്ളതാണ്. എല്ലാത്തിനും നെഗറ്റീവ് പറഞ്ഞു കൊടുക്കുമ്പോ ചിരിക്കാൻ പോലും മക്കൾക്ക് പറ്റൂല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ചിരിക്കണം, വേണ്ടേ? നല്ല സന്തോഷത്തോടു കൂടി ചിരിക്കാൻ പറ്റണം. കരയാൻ വേണ്ടി മാത്രമാണോ ജീവിക്കുന്നത്? സങ്കടപ്പെടാൻ വേണ്ടി മാത്രമാണോ ജീവിക്കുന്നത്? കല്യാണം കഴിച്ചത് സങ്കടപ്പെടാനാ? എല്ലാ ദിവസവും പണങ്ങാനാ? ആണോ? അല്ല, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്, നമ്മൾ ജോലി ചെയ്യുന്നത്, നമ്മൾ നല്ല വീടുണ്ടാക്കുന്നത്, നമ്മൾ നല്ല കാറ് വാങ്ങുന്നത് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ? സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നല്ല ഇബാദത്ത് ചെയ്യും അല്ലേ? അവിടെ പോയിട്ട് നരകത്ത് കിടക്കാനാണോ? അല്ലല്ലോ, സന്തോഷത്തിലാണ്. സ്വർഗത്തിലെത്തിയാൽ എന്താ അവിടെ? സന്തോഷല്ലേ? അപ്പൊ മനുഷ്യൻ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ? സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഗഫൂർ ഖാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല. ഗഫൂർ ഖാൻ ഇതെന്തെങ്കിലും അറിയുന്നുണ്ടോ? എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല. ഇയാളെ കാണുന്ന സമയത്ത്, ഗഫൂർ ഖാനെ കാണുന്ന സമയത്ത് എന്റെ മനസ്സ് ഇങ്ങനെ വിങ്ങും. ആണോ അല്ലേ? എന്റെ മനസ്സിൽ ദേഷ്യം കൂടും ഇല്ലേ? എന്റെ മനസ്സിൽ ബാഡ് ആയിട്ടുള്ള ഹോർമോൺസുകൾ വരും. റെഡിയാണോ? ഇയാൾ അറിയുന്നുണ്ടോ? ഇയാൾ ചിരിച്ചോണ്ട് ഇങ്ങനെ പോകും ഇല്ലേ? ദേഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളാണ് അനുഭവിക്കേണ്ടത്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഗഫൂർ ഖാൻ എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഗഫൂർ ഖാക്ക് എന്നോട് ദേഷ്യമില്ല. അയാൾ വളരെ ഹാപ്പി ആയി പാട്ടും പാടി നടക്കും. എനിക്ക് ഇയാളോട് ദേഷ്യമാണ്. ഇയാളെ കാണുമ്പോൾ തന്നെ നെഞ്ചിന്റെ ഉള്ളിൽ കണ്ടോ? ഇതൊരു സന്തോഷം ഉണ്ടാവില്ല. അതുകൊണ്ട് ആരോടാണ് ദേഷ്യമുള്ളത് അവരോട് പൊരുത്തപ്പെടിക്കണം എന്നല്ല, നമ്മളെങ്കിലും ഒന്ന് പുറത്തു കൊടുക്കണം. മനസ്സുകൊണ്ടെങ്കിലും പൊരുത്തപ്പെടണം. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് മക്കൾ കണ്ടുപിടിക്കുക. കുടുങ്ങി. മനസ്സിലായോ? നിങ്ങൾ എന്താണോ ചെയ്തത് അതാണ് മക്കള് കണ്ടുപഠിക്കുക. മക്കള് കണ്ടുപഠിക്കുക. മക്കളോട് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ആജ്ഞാപിക്കുന്നത് അത് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. മനസ്സിലായോ? ഇപ്പൊ ലഹരിക്കടിമപ്പെടുന്ന മക്കളില്ലേ ഇല്ലേ? അത് രക്ഷിതാക്കള് ലഹരിക്കടിമപ്പെട്ടത് കൊണ്ടല്ല. 5 വയസ്സ് വരെ അവരെ തല്ലാനേ പാടില്ല. 5 വയസ്സ് വരെ മക്കളെ തല്ലാൻ പാടില്ല, ഷൗട്ട് ചെയ്യാൻ പാടില്ല, പേടിപ്പിക്കാൻ പാടില്ല. ഞാനൊരു സൈക്കോളജിസ്റ്റാ, മെന്റലിസ്റ്റാ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തുറന്നു പറയാണ്, നിങ്ങൾ 5 വയസ്സ് വരെയുള്ള കുട്ടികളെ ഞെട്ടിച്ചാൽ പോലും ആ മക്കൾക്ക് ഷോക്ക് വരും. നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങളും അഥവാ ഭാര്യയും ഭർത്താവും പ്രശ്നമുണ്ടാവുകയും ഒച്ചയിട്ട് സംസാരിക്കുകയും അടിപിടി കൂടുകയും മക്കള് കണ്ടാൽ ആ മക്കൾക്ക് മരണം വരെ അതിന്റെ എഫക്റ്റ് ഉണ്ടാവും. മരുമകൾ എന്ന് പറഞ്ഞാൽ മകളാണ് അല്ലെ? ആ സ്നേഹവും വാത്സല്യവും ഒരു പെണ്ണിന്റെ ജീവിതം എന്ന് പറയുന്നത് അമ്മായിയമ്മയെ ശ്രദ്ധിക്കണം. വേണ്ടേ? ഏതോ ഒരു വാഴ ആ വാഴ നട്ടു, അതിന് വളം കൊടുത്തു, അതിന് വെള്ളം നനച്ചു കൊടുത്തു. അത് ആ പഴം അല്ലെങ്കിൽ അതിന്റെ ഫലം തരാൻ നേരത്ത് ആ വാഴനെ പൊരിച്ചു കൊണ്ടുപോയിട്ട് മറ്റൊരാൾക്ക് കൊടുത്താൽ ആ വാഴക്ക് സന്തോഷം ഉണ്ടാവും. അപ്പൊ അത്രയും വിഷമം അനുഭവിച്ചിട്ടായിരിക്കും സ്വന്തം ഉപ്പന്റെയും ഉമ്മന്റെയും അടുത്തുനിന്ന് മാറി നിന്നുകൊണ്ട് ഒരു മരുമകൾ നമ്മളുടെ വീട്ടിലെത്തുന്നത് അല്ലെ? ആണ്. അവിടെ ഈ അമ്മായിയമ്മ സുഖമില്ലാതെ കിടന്നാൽ, മകള് കെട്ടിച്ച വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരുണ്ടാവുക? മരുമകളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കെട്ടിച്ചു കൊണ്ടുവന്ന മോളാണ് ഉണ്ടാവുക. ആ മോളോട് സ്നേഹത്തോടു കൂടി പെരുമാറാൻ പറ്റിയാലേ ജീവിതത്തിന് സന്തോഷം ഉണ്ടാവും. മനസ്സിലായോ? ഒരിക്കൽ പോലും എന്ത് ചെയ്യരുതെന്നറിയോ? ഈ അമ്മായിയമ്മ എന്റെ മോനാണല്ലോ എന്നും പറഞ്ഞിട്ട് മോനെ വിളിച്ചിട്ട് കണകുണു സുണു എന്ന് പറഞ്ഞ് മൂപ്പിച്ചു കൊടുക്കാൻ ഒരമ്മായിയമ്മമാരും നിൽക്കരുത്. നിങ്ങളല്ലോ, മങ്ങളോടല്ല. ഓക്കെ, ഞാൻ പറയുന്നത് ഈ തരത്തിലെ നമ്മൾ വീട്ടിൽ നിന്ന് സ്വഭാവം കൊണ്ട് നടക്കാൻ പാടുള്ളൂ. ഇതൊരു കുടുംബ സംഘമല്ലേ? പറയണ്ടേ? ആര് പറയാനാ? ഞാൻ തന്നെ പറയണം. അതുകൊണ്ട് ഞാൻ പറയും. അതുകൊണ്ട്
മരുമകൾ എന്ന് പറയുന്നത് സ്വന്തം ഉമ്മയെ പോലെ തന്നെ സ്നേഹിക്കാനും കഥകൾ പറയാനും ആരോട് പറ്റണം? നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മയോട് പറ്റണം. നല്ല സൗഹൃദം ഉണ്ടാവണം. അടിപിടി കൂടും അല്ലെ? ഭാര്യയും ഭർത്താവും അടിപിടി കൂടുന്നത് സ്വാഭാവികമാണ് അല്ലെ? അത് പെട്ടെന്ന് നന്നാവും, അത് പെട്ടെന്ന് അങ്ങ് നന്നാവും അല്ലെ? പക്ഷേ മരുമകളും അമ്മായിയമ്മയും പിണങ്ങിയാൽ നന്നാവാൻ കുറേ പാടാ അല്ലെ? അത് പിന്നെ അടുക്കളയിലേക്ക് പോകുമ്പോ രണ്ടടുപ്പാവും, രണ്ട് ചെമ്പാവും, ഇങ്ങനെ പല തരത്തിലേക്ക് അത് നീണ്ടു പോകും. സത്യം പറഞ്ഞാൽ ആണുങ്ങൾ വിചാരിച്ചാൽ ഭാര്യയും ഉമ്മയും പിണങ്ങി നിൽക്കുന്നത് തീർക്കാൻ പറ്റുന്ന ആണോ അല്ലെ? നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഭർത്താവ് നല്ല നട്ടല്ലായിട്ട് നിന്ന് അതിനെ സോൾവ് ചെയ്യാൻ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് അറിയോ? എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടത്? ഉമ്മന്റെ ഭാഗം നിൽക്കലാണോ? ആണോ? ഉമ്മന്റെ ഭാഗം നിന്നാൽ ഉമ്മക്ക് മരുമകൾക്ക് സങ്കടാവൂലേ? സങ്കടാവോ? ഉണ്ട്. മരുമകളെ ഭാഗം നിന്നാലോ? മരുമകൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? അങ്ങനെ നിൽക്കാറുണ്ടോ? ഓക്കെ. അപ്പോ ഇങ്ങനെ ആരെയും ഭാഗത്ത് നിൽക്കാതെ രണ്ട് പേരോടും ചൂടാവുക. ഉമ്മ എന്തെങ്കിലും പറയുമ്പോ നിങ്ങൾ എന്താണ് എന്നെ കൊണ്ട് പറ്റൂല, നിങ്ങൾ എന്താണ് ഇങ്ങനെ അങ്ങനെ ഓള് പറയുമ്പോ ഉമ്മ കേൾക്ക, നിങ്ങളൊന്നും മിണ്ടാണ്ട്, നീ ഒന്നും മിണ്ടാണ്ട്, എന്റെ ഉമ്മ ഇനി എന്നോടൊന്നും പറയണ്ട കേട്ടോ. രണ്ട് പേരോടും ടെററായിട്ട് സംസാരിച്ചാൽ, രണ്ട് പേരോടും നിങ്ങൾ വളരെ ദേഷ്യപ്പെട്ട് സംസാരിച്ചാല് എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് എന്റെ ഉമ്മയും എന്റെ വൈഫും കൂടി നന്നാവും. സത്യ ഞാൻ ഒരു സന്തോഷവും ഇല്ലാതെയാണ് നിൽക്കുന്നതെങ്കിൽ എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എന്റെ ഭാര്യയും എന്റെ ഉമ്മ കൂടി നന്നാവും. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത്? എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഈ അലക്കുകൂലി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? ഞാൻ കേട്ടതാണ്. അലക്കുകൂലി എന്ന് പറഞ്ഞ എന്നെ പറ്റിച്ചതാണോ നോക്കാനാ? അലക്കുകൂലി ഉണ്ടോ? എന്റെ കുപ്പായം അലക്കി തരുന്നതിന് കൂലി വേണോ എന്ന് പറയുന്നുണ്ട് എന്റെ ഭാര്യ. ശരിയാണോ നോക്കാനാ? അത് എന്നോട് പറഞ്ഞു തരണ്ടാന്ന്. എന്നോട് പറഞ്ഞു കാക്ക നിങ്ങൾ തെരയൊന്നും വേണ്ട, അലക്കുകൂലി ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, എന്നിട്ട് മൊത്തത്തിൽ അങ്ങ് പൊരുത്തപ്പെട്ട് കളാണ്ടി. അപ്പൊ അതെന്താന്ന് തിരിയുന്നില്ല. അവസാനം ഉമ്മയോട് ഞാൻ ചോദിച്ച സമയത്ത് അലക്കുകൂലി ഉണ്ട് മോനെ, അവസാനം ഇനി പൊരുത്തപ്പെടണം. ഈ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. എന്താ പൊരുത്തപ്പെടണം? എന്താ സംഭവം എന്നറിയോ? അലക്കാൻ പോകുന്ന സമയത്ത് കീശയിലുള്ളതൊക്കെ അലക്കുകൂലിയാണോ? കീശയിലുള്ളതൊക്കെ അലക്കുകൂലിയാ. മറന്നു പോകുന്ന എല്ലാ പൈസയും അലക്കുകൂലിയാ. എന്നിട്ട് എന്താ ചെയ്യുന്ന അറിയോ? ഒരു ദിവസം ഞാന് വൈകിട്ട് വന്ന് നോക്കുന്ന സമയത്ത് ഒരു ദിവസം അവർ അലക്കിപ്പോയി, നനഞ്ഞുപോയി പൈസകളൊക്കെ. ഉമ്മയും എന്റെ ഭാര്യയും എന്റെ ഉമ്മയും നല്ല കമ്പനി. എന്താണ് ഒരു സൗഹൃദം! മേശമ്മൽ ഇങ്ങനെ ഉണക്കാൻ പിരിച്ചു എന്റെ പൈസ മൊത്തം. ഞാനിങ്ങനെ നോക്കിയ സമയത്ത് ഇവർ ഓരി വെക്കുക, ഇത് നിനക്ക്, ഇത് എനിക്ക്, ഇത് നിനക്ക്, ഇത് എനിക്ക്. എന്റെ പൈസ എന്റെ പൈസ അലക്കുകൂലിയാണ് പോലും. മനസ്സിലായോ? ഇങ്ങനെ ഇതായിക്കോട്ടെ, ഒരു അലക്കുകൂലി എടുത്തോട്ടെ, പക്ഷെ വലിയത് മറന്നുപോയാൽ എനിക്ക് വല്ലാത്തൊരു അലക്കല. 500 രൂപന്റെ നോട്ടൊക്കെ മറന്നുപോയാലേ 10 രൂപന്റെ നോട്ടൊക്കെ എടുത്തു വെച്ചവരെങ്ങനെ ആക്കിക്കോട്ടെ എന്ന് വിചാരിക്കും. ഞാൻ പറയുന്നത് അവിടെ എന്റെ ഉമ്മയും എന്റെ ഭാര്യയും നല്ല കമ്പനി ആയിരിക്കും. മനസ്സിലായോ? അവര് തമ്മിൽ നല്ല സൗഹൃദമായിരിക്കും. കാരണം എന്താ? ഒന്ന് മോന്റെ പൈസ ആണ്, ഒന്ന് ഭർത്താവിന്റെ പൈസ ആണ്. രണ്ടുപേരോടും കൂടിയിട്ട് വീതം വെക്കുക. അപ്പൊ അവർക്ക് നല്ലൊരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷമെങ്കിലും ഭാര്യമാർക്ക് ആണുങ്ങൾ കൊടുത്തോളൂ. മനഃപൂർവ്വെങ്കിലും ഒരു 10 രൂപക്ക് അങ്ങ് മറന്നു പോവട്ടെ അലക്കുകൂലി എന്നും പറഞ്ഞിട്ട്. എങ്ങനെയെങ്കിലും വീട്ടിൽ സന്തോഷം ഉണ്ടാവണം. നമ്മൾക്കൊക്കെ വളരെ അവസരങ്ങളാണ് ഈ ലോകം എന്ന് പറയുന്നത്, ആണോ അല്ലെ? ഈ നല്ല അവസരങ്ങളാ. ഒരുപാട് അവസരങ്ങളുള്ള ലോകമാണിത്. ഈ അവസരമുള്ള ലോകത്ത് എന്ത് വിചാരിച്ചാലും നടക്കും. മനസ്സിലായോ? പക്ഷേ അവിടെ നമ്മളായി തീരുന്നത് നമ്മളുടെ അർപ്പിത ബോധം കൊണ്ടാണ്. തെറ്റ് ചെയ്യൂല എന്ന് നമ്മൾ ഉറപ്പിക്കുകയാണെങ്കിൽ ആ സന്തോഷം നമുക്ക് വേണ്ട. തെറ്റ് ചെയ്ത് കിട്ടുന്ന സന്തോഷം നമുക്ക് വേണ്ട എന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ, ചില ഭാര്യമാര് അല്ലെ ചില ഭർത്താക്കന്മാർക്ക് ഫോണ് വളരെ സന്തോഷത്തോടു കൂടി മേശപ്പുറത്ത് വെക്കാൻ പറ്റൂല. കക്കൂസ് പോകുമ്പം വരെ ഫോണ് കൊണ്ടാണ്. ഒരു സമാധാനം ഇല്ലാത്ത എത്ര കുടുംബങ്ങൾ ഉണ്ടെന്നറിയോ? എന്റെ അടുത്ത് ഇങ്ങനെ കൗൺസിലിങ്ങിന് വരും. ഫോണോ മാനിയ എന്നാ ഭാര്യ പറയുക. ഫോണോ മാനിയ അല്ല, അത് പേടിയാണ്, ഭാര്യ പേടി. ഓക്കെ, അതെന്താന്നറിയോ? എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കുന്നത് കൊണ്ടാണ് ആ ഫോൺ അവിടെ വെക്കാൻ പറ്റാത്തത്. ഓപ്പൺ ആയിട്ട് വെക്കാൻ പറ്റണം ഫോൺ. എല്ലാ ആളുകളും ഭർത്താവിനെ ഹഗ് ചെയ്യണം.
ഹൃദയം തമ്മിൽ ചേർത്ത് പിടിക്കുമ്പോ നമ്മളുടെ ശരീരത്തിലുള്ള എല്ലാ ബാഡ് ഹോർമോണുകളും ഒലിച്ചു പോവും. കെട്ടിപ്പിടിക്കണം എന്ന് ഓവറായവല്ല, കുറച്ചൊക്കെ ഒരു അയവ് കൊടുക്കുക. എന്നിട്ട് ഈ രക്ഷിതാക്കൾ വാപ്പയും ഉമ്മയും ഒക്കെ മക്കളെ കൂടെ ഒന്ന് കൂടിക്കൊടുക്കണം. നിങ്ങൾ സന്തോഷം കൊടുത്തിട്ടില്ലെങ്കിലാണ് അവര് സന്തോഷം കേറിയിട്ട് അല്ലെങ്കിൽ സന്തോഷം തേടിയിട്ട് മറ്റുള്ള ഇടങ്ങളിലേക്ക് ചേക്കേറുക. മനസ്സിലായോ? സ്ട്രിക്റ്റ് ഉള്ള വാപ്പനോടും ഉമ്മനോടാ പറയുന്നത്. നിങ്ങൾ സന്തോഷം കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഒന്ന് കളിക്കാൻ തയ്യാറാവണം. നിങ്ങൾ അവരുടെ കൂടെ കഥ പറയാൻ തയ്യാറാവണം. എപ്പോഴും ഫോണിൽ നോക്കി കുത്തി കുത്തി തോണ്ടിയിരുന്ന് മക്കളെ വായിക്കി എന്ന് പറയുന്ന ഉമ്മമാരെ ഇവിടെ ആവശ്യമില്ല. എന്ത് ചെയ്യണം? അവരുടെ കൂടെ കഥ പറയാൻ പറ്റണം. ഉറങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളുടെ ഫോണിനെ നിങ്ങൾ ഉറക്കാൻ തയ്യാറാവണം. റെഡിയാണോ? ഫോൺ ഉറങ്ങിയാലും നമ്മൾ ഉറങ്ങാറില്ല. ഓക്കെ, ഫോണിനെ ഉറക്കിയാൽ മാത്രമേ നമുക്ക് ഉറങ്ങാൻ പറ്റുകയുള്ളൂ. ടെൻഷനും സങ്കടവും ഇല്ലാത്ത മനുഷ്യർ ലോകത്തില്ല. ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ടെൻഷനാണ് വലുത്, നമുക്കുള്ള ടെൻഷനാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്നത് നമ്മളാണ്. ആണോ അല്ലേ? എല്ലാ ആളുകൾക്കും ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് ടെൻഷൻ നോക്കി നിന്നാൽ എന്നും നമ്മൾക്ക് ടെൻഷൻ ഉണ്ടാവും. പൈസ നോക്കി നിന്ന് ടൂർ പോകാൻ നിന്നാൽ നമ്മൾക്ക് ഒരിക്കലും മരണം വരെ ടൂർ പോകാൻ പറ്റില്ലല്ലോ. നല്ലൊരു ഫുഡ് കഴിക്കണം, പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ നടക്കൂല. അതുകൊണ്ട് ഉള്ള പൈസ കൊണ്ട് നമ്മൾ ആസ്വദിക്കാനും സന്തോഷിക്കാനും സേവ് ചെയ്യാനും പറ്റുന്ന ഒരു കുടുംബമാവണം.